നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മണിയപ്പന മലയാളത്തിലെ മണിയപ്പന്റെ മഴു എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, സുഖം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ദുഃഖം എന്ന് പറയുന്നത്. സുഖത്തിന്റെ വിപരീത പദമാണ് ദുഃഖം. രണ്ടാമത്തതോ, മാവ് എന്ന പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഏത്? മാഗന്ധം എന്ന് പറയുന്നത്. മാവ് എന്നതിന്റെ പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഏത്? മാഗന്ധം എന്ന് പറയുന്നത്. ഇനി വെട്ടി പ്ലസ് ഇറക്കും, വെട്ടി പ്ലസ് ഇറക്കും ചേർത്ത് എഴുതിയാലോ വെട്ടിയിറക്കും എന്നാണ് പറയാ. വെട്ടി പ്ലസ് ഇറക്കും എന്ന് ചേർത്ത് എഴുതിയാലേ വെട്ടിയിറക്കും എന്നാണ് പറയാ. നാലാമത്തെ ചോദ്യം നോക്കൂ, പിരിച്ചെഴുതാനാണ്. കേട്ടില്ലെന്ന് പിരിച്ചെഴുതിയാൽ കേട്ടില്ല പ്ലസ് എന്ന് എന്നായിട്ട് മാറും. കേട്ടില്ലെന്ന് പിരിച്ചെഴുതിയാൽ കേട്ടില്ല പ്ലസ് എന്ന് എന്നായിട്ട് മാറും. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, മണിയപ്പന്റെ മഴു എന്ന കവിതയുടെ കർത്താവ് ആരാണ് എഴുതിയുള്ളത്? മനോജ് കുരൂരാണ് ആ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യത്തിലോട്ട് പോയാൽ, പണി നിർത്തുകില്ലെന്നും കൂരയിൽ എങ്ങനെ കഞ്ഞി കുടിക്കും? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂര എന്ന പദത്തിന്റെ പകരം പദമല്ലാത്തത് ഏതാണ്? മാളിക എന്നാണ്. നമ്മൾ ചെറിയ വീടുകളെയാണ് കൂര എന്ന് പറയുക കേട്ടോ. വീട്, കുടിൽ, ചെറ്റപ്പുര തുടങ്ങിയൊക്കെ കൂരയുടെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പദങ്ങൾ തന്നെയാണ്. എന്നാൽ മാളിക എന്ന് പറയുന്നത് അതിന് പറ്റിയ പദം അല്ല. ഏഴാമത്തെ ചോദ്യം, മാതൃക പോലെ എഴുതാനാണ്. പൂമരക്കൊമ്പ്, പൂമരത്തിന്റെ കൊമ്പ്. അപ്പൊ മരച്ചില്ല എന്താവും? മരത്തിന്റെ ചില്ല എന്നായിട്ട് മാറും. എട്ടാമത്തെ ചോദ്യം, പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? നിലനിൽപ്പിന് ഭീഷണിയായി തീരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് അവസാന ശ്രമവും നടത്തുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ, പിടയുന്ന കരച്ചിൽ കേൾക്കാം. ആരുടെയെല്ലാം? മരത്തെ ആശ്രയിച്ച് കഴിയുന്ന ജീവജാലങ്ങളെല്ലാം പിടയുന്ന കരച്ചിൽ കേൾക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. പത്താമത്തെ ചോദ്യം, ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും? പച്ചയെടുക്കുക, പച്ച പിടിക്കുക. ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താനാണ്. പച്ചയെടുക്കുക എന്ന പദം അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? മരം വെട്ടി നശിപ്പിക്കുക എന്നാണ്. എന്നാൽ പച്ച പിടിക്കുക എന്ന് പറയുന്നതോ? പച്ച പിടിക്കുക എന്ന് പറഞ്ഞാല് ജീവിതം തളിർക്കുക എന്നാണ് അർത്ഥം. ജീവിതം തളിർക്കുക എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ചോദ്യത്തിലോട്ട് പോയാല്, ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക. എന്താണിത്? ഞാനത് വാങ്ങിക്കുന്നതിനിടയിൽ ചോദിച്ചു. അതൊറ്റ വാക്കായിട്ട് കൊടുത്താണ്. അവിടെ ഒരു ചിഹ്നം ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? എന്താണിത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും, പിന്നെയോ 2 കൊട്ടേഷൻ മാർക്കും വരും. ഞാനത് വാങ്ങിക്കുന്നതിനിടയിൽ ചോദിച്ചു. 12ാമത്തെ ചോദ്യം, ഇഷ്ടാനിഷ്ടം എന്ന പദം ഇഷ്ടവും അനിഷ്ടവും എന്ന് പിരിക്കാം. ഇതേപോലെ താഴെ കൊടുത്ത പദം പിരിച്ചെഴുതുക. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. 13ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാലോ, മാതൃക പോലെ എഴുതുക. കൂട്ടുകാരൻ, കൂട്ടുകാരി. കേമൻ, കേമന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരിക? കേമി എന്നായിട്ടാണ് വരിക. 14ാമത്തെ ചോദ്യത്തിലോട്ട് പോയാൽ, ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരുന്നു. അടിവരയിട്ട പദത്തിന്റെ വിപരീത പദം ഏതാണ്? അനേകം എന്നുള്ളതിന്റെ വിപരീത പദമാണ് ഏകം എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത്. ചാടിക്കയറി, നോക്കിക്കണ്ടു, കളിച്ചു രസിച്ചു, ചീറിപ്പാഞ്ഞു. ഇതിൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കളിച്ചു രസിച്ചു എന്ന് പറയുന്ന കേട്ടോ. മറ്റെല്ലാം ഓരോ പ്രവർത്തികളാണ്. ചാടി, കയറി, നോക്കി, കണ്ടു, ചീറി, പാഞ്ഞു. പക്ഷെ കളിച്ചു രസിച്ചു എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ ഉൾപ്പെടില്ല. ഇനി അടുത്ത ചോദ്യമാണ് വാക്യം ശരിയായി എഴുതുക. ഞാൻ മുറി കയറി, ജനൽ തുറന്നു. അത് ശരിയാക്കിയിട്ട് എഴുതി എങ്ങനെ ഉണ്ടാവും? ഞാൻ മുറിയിൽ കയറി, ജനൽ തുറന്നു എന്നായിട്ട് മാറും. ഇനി 17ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ആസ്യം, വദനം, മാനസം, ആനനം. ഇതിൽ ആനസം എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ ചേരാത്തത്. 18ാമത്തെ ചോദ്യം നോക്കൂ, പുരയിടം എന്ന പദത്തിന് സമാന പദം കണ്ടെത്താനാണ്. പുരയിടത്തിന്റെ സമാന പദമാണ് ഏത്? തൊടി എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, പിടയുന്ന കരച്ചിൽ കേൾക്കാം. ഇതിൽ രോദനം എന്ന അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന പദമാണ് ഏത്? കരച്ചിൽ എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം നോക്കൂ, ജീവിതം എങ്ങനെ? ജീവിതം പ്ലസ് എങ്ങനെ എന്ന് ചേർത്ത് എഴുതിയാൽ എങ്ങനെ വായിക്കുക? ജീവിതം എങ്ങനെ എന്നായിട്ട് മാറും. അടുത്ത പാഠഭാഗമാണ് നെഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ നഞ്ച് എന്ന് പറയുന്ന പാഠഭാഗം കേട്ടോ. നെഞ്ച് എന്ന കവിത എഴുതിയത് ആരാണ്? ക്രിസ്റ്റി ഇലക്കണ്ണനാണ്. നഞ്ച് എന്ന കവിത ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? മുതുവാൻ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. നാശം വരുത്തുവാൻ വിഷം വളരെയേറെ വേണമെന്നില്ല, വളരെ കുറച്ചേ വേണ്ടൂ എന്ന ആശയം വരുന്ന ചൊല്ലാണ് ഏത്? നഞ്ഞെന്തിന് നന്നായി. 4ാമത്തെ ചോദ്യം,
കാടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഏത്? ഗോത്ര ജനത അല്ലെങ്കിൽ ആദിവാസി ഒക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യമാണ്, ആദിവാസി ഭാഷയായ മുതുവാൻ ഭാഷയിലെ ആദ്യത്തെ കവിയാണ് ആര്? അശോകൻ മറയൂർ എന്ന് പറയുന്ന കവി. അശോകൻ മറയൂർ. ഗോത്ര ജനതയുടെ കവിത എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഗോത്ര കവിതയാണ്. നഞ്ചി എന്ന പദത്തിന്റെ അർത്ഥമാണ് വിഷം എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ. മുതുവാൻ ഭാഷ ഗോത്ര വിഭാഗക്കാർ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷയാണ് ഏത്? മുതുവാൻ എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യത്തിലോട്ട് വന്നാലോ. അവസാനം ആ തോടും ചത്തുപൊങ്ങി. തോട് എങ്ങനെയാ ചത്തുപൊങ്ങുക? തോട്ടിലെ മത്സ്യങ്ങളും മറ്റു ജീവജാലങ്ങളും ചത്തുപൊങ്ങിയാൽ പിന്നെ തോടിന് മാത്രം എങ്ങനെ ജീവൻ ഉണ്ടാവും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2020 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ നഞ്ചിയമ്മ ഏത് ആദിവാസി സമുദായത്തിൽ നിന്നുള്ളതാണ്? ഏത് സമുദായത്തിൽ നിന്നുള്ളതാണ്? അട്ടപ്പാടിയിലെ ഇരുള സമുദായത്തിൽ നിന്നുള്ള ആദിവാസി സ്ത്രീയാണ് ട്ടോ. 11ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗോത്രഭാഷയിൽ കവിതകൾ എഴുതുന്ന കവി ആരാണ്? സുഗതകുമാരി, ഇ ജിനൻ, ക്രിസ്റ്റി ഇലക്കണ്ണൻ, അയ്യപ്പ പണിക്കർ. ഇതിലാരാണ്? ക്രിസ്റ്റി ഇലക്കണ്ണൻ ആണ്. ഇനി നോക്കൂ, നമുക്ക് വായിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചോദ്യം എഴുതാനാണ്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം അല്ലെ. താഴെ കൊടുത്തത് വായിക്കുക. ഇത്തിൽ കണ്ണിച്ചെടിയുടെ ഇലകൾക്കിടയിലാണ് വിലാസിനി പൂമ്പാറ്റ മുട്ടയിടാറ്. ഒരു സമയത്ത് തന്നെ ധാരാളം മുട്ടകളിടും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പുഴുവിന്റെ നിറം മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ധാരാളം ഇലകൾ തിന്ന് പുഴുക്കൾ തടിച്ചുരുണ്ടുവരുന്നു. സ്വന്തമായി നാരുകൾ ഉണ്ടാക്കി സ്വയം നിർമ്മിക്കുന്ന കൂട്ടിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ പുഴുക്കൾ സമാധി ദശ പ്രാപിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. അമ്മയെപ്പോലെ മഞ്ഞയും ചുവപ്പും ചേർന്ന ചിറകുകളാണ് ഇവയ്ക്കും. സാവധാനത്തിലാണ് ഇവരുടെ പറക്കൽ. ശത്രുവിനെ കാണുമ്പോൾ ചത്തതുപോലെ കിടന്ന് രക്ഷപ്പെടുന്ന കൗശലം ഇവർക്കുണ്ട്. ഇവരുടെ ലാർവയ്ക്ക് വിഷാംശമുള്ളത് കൊണ്ട് ഇരപിടിയന്മാരൊന്നും അടുത്ത് വരാറേയില്ല. ഇവിടെ ഇത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. വിലാസിനി പൂമ്പാറ്റ രൂപപ്പെട്ടത് ഏതൊക്കെ കാലഘട്ടത്തിലൂടെയാണ്? ഇവിടെ പറയുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു? ആദ്യം ഒരു പൂമ്പാറ്റയുടെ മുട്ടയായിരുന്നു. ആ മുട്ട വിരിഞ്ഞിട്ട് എന്തായി? പുഴുവാകുന്നു. പിന്നെയോ പുഴു സമാധി ദിശ പ്രാപിച്ചതിന് ശേഷം എന്തായി? ഒരു പൂമ്പാറ്റ കുഞ്ഞായിട്ട് പുറത്തു വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ബി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിലാസിനി പൂമ്പാറ്റയ്ക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണുള്ളത്? ഒന്ന്, ശത്രുവിനെ കാണുമ്പോൾ ചത്തതുപോലെ കിടക്കും എന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശത്രുവിനെ കാണുമ്പോൾ ചത്തതുപോലെ കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ രണ്ടാമത്തെ കാര്യം, ലാർവയ്ക്ക് എന്തുണ്ട്? വിഷാംശമുണ്ട്. വിഷാംശം ഉള്ളത് കൊണ്ട് ഇരപിടിയന്മാർ ഉപദ്രവിക്കില്ല എന്നും നമ്മുടെ വരികളിൽ കൊടുത്തിട്ടുണ്ട്. ഈ സി ക്വസ്റ്റ്യൻ നോക്കൂ. പറക്കാൻ തുടങ്ങിയപ്പോൾ പൂമ്പാറ്റ എല്ലാവരോടും സ്വന്തം കഥ പറയാൻ തുടങ്ങി. പൂമ്പാറ്റയുടെ ജീവിതം ആത്മകഥാരൂപത്തിൽ എഴുതാനാണ്. ഈ പൂമ്പാറ്റ ഒരു ആത്മകഥ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. അമ്മയിൽ നിന്ന് മുട്ടയായി പുറത്തു വന്ന ഞാൻ ഇലയുടെ അടിയിൽ പറ്റി പിടിച്ചിരുന്നു കിടന്നു. ദിവസങ്ങൾക്കു ശേഷം മുട്ട വിരിഞ്ഞ് പുഴുവായി. ഇലകൾ തിന്ന് ഉരുണ്ടു. പിന്നീട് ഞാൻ ഉണ്ടാക്കിയ കൂടിനുള്ളിൽ സമാധിയായി കിടന്നു. പിന്നീട് ചിറകുള്ളു വെച്ച് മനോഹരമായ ചിത്രശലഭമായി ഞാൻ പ്രകൃതിയിലേക്ക് പറന്നെത്തി. ഒരു ചെറിയ ആത്മകഥ അല്ലെ. സോ ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ മോഡലിലാണ് നമുക്ക് ആത്മകഥ എഴുതാണ്ടാവുക അല്ലെ. ഇനി അടുത്തൊരു കവിത വായിക്കാന് താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക. തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് കവിത ഒന്ന് വായിച്ചാലോ. ആഹ്ലാദം. കർക്കിടക കണ്ണീർ വാർന്നു ദിക്കുകളെട്ടും തെളിവാർന്നു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽപ്പൂ ഗ്രാമങ്ങൾ. കുന്നിൻ ചെരുവിൽ പൂനിരകൾ, തെങ്ങിൻ കുരലിൽ പൂക്കുലകൾ. കൊയ്തു കഴിഞ്ഞു പാടത്ത്, കൊറ്റികളെത്തി വരമ്പത്ത്. ഉണ്ടേ തുമ്പികൾ മുറ്റത്ത്, കണ്ടോ വെൺമുകിൽ മാനത്ത്. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽപ്പൂ തെരുവുകളും. ഓണക്കളികൾ പാട്ടുകളും നാടുവെടിഞ്ഞു പണ്ടെന്നോ. എങ്കിലും ഓണം നമ്മൾക്ക് എക്കാലത്തും ഒരു ആഹ്ലാദം. വെളിച്ചം എന്ന് പറയുന്ന മലയത്ത് അപ്പുണ്ണി എഴുതിയ ഒരു കവിതയുടെ ഭാഗമാണ് ആഹ്ലാദം എന്ന് പറയുന്നത് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിന് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓണക്കാലം പൂക്കളുടെ കാലം കൂടിയാണ്. ഈ ആശയം തരുന്ന വരികൾ ഏതാണ്? ഇവിടെ പറയുന്നുണ്ട്. കുന്നിൻ ചെരുവിൽ പൂനിരകൾ, തെങ്ങിൻ കുരലിൽ പൂക്കുലകൾ. പൂക്കളുമായി ബന്ധപ്പെട്ട വരികളാണ് അത് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ആഹ്ലാദം തരുന്നുണ്ടെങ്കിലും ഓണക്കാലത്തെ പല കാഴ്ചകളും ഇല്ലാതായി, മറഞ്ഞു പോയതായി ഈ കവിതയിൽ പറയുന്ന കാഴ്ചകൾ എടുത്തെഴുതുക. എന്തൊക്കെയാണ് മറഞ്ഞു പോയതായിട്ട് കവി പറയുന്നത്? ഓണക്കളികളും ഓണപ്പാട്ടുകളും. ഇവിടെ നോക്കൂ, അവസാനത്തിൽ നിന്ന് നാലാമത്തെ വരി നോക്കൂ. ഒരുങ്ങി നിൽപ്പൂ തെരുവുകളും ഓണക്കളികൾ പാട്ടുകളും നാടു വെടിഞ്ഞു പണ്ടെന്നോ. ഓണക്കളികളും പാട്ടുകളും എന്തായി? നാട് വെടിഞ്ഞു പോയി എന്നാണ് കവി പറയുന്നത്.
ഇനി അടുത്തതോ സി ക്വസ്റ്റ്യൻ നോക്കൂ. കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. സാർ ഒന്ന് വായിക്കാൻ മക്കൾ നോക്കൂ കേട്ടോ. കർക്കിടകത്തിലെ ചിങ്ങുണ്ണി കർക്കിടകത്തിലെ ചിണുങ്ങി ചിണുങ്ങി പെയ്യുന്ന മഴയ്ക്കു ശേഷം പ്രകൃതി തെളിഞ്ഞു. ചിങ്ങമാസം വന്നെത്തി. തിരുവോണത്തെ വരവേൽക്കാൻ പ്രകൃതിയും മനുഷ്യരും ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്രാമത്തിലെ കുന്നിൻ ചെരുവുകൾ പൂക്കളെ കൊണ്ട് നിറഞ്ഞു. തെങ്ങിന്റെ കുരലിൽ പൂക്കുല വിരിഞ്ഞു. കൊയ്ത്തു കഴിഞ്ഞ് പാടവരമ്പത്ത് കൊറ്റികളും മാനത്ത് വെൺമേഘങ്ങളെ കണ്ടപ്പോൾ മുറ്റത്ത് ഓണത്തുമ്പികളും ഉല്ലസിക്കുന്നു. മാത്രമല്ല തെരുവുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കളികളും പാട്ടുകളും ഒക്കെ ഓർമ്മകളായെങ്കിലും ഓണം നമ്മൾക്ക് എക്കാലത്തും ആഘോഷം തന്നെ. ഓണക്കാലത്തെ വരവേൽക്കാനുള്ള പ്രകൃതിയുടെ തയ്യാറെടുപ്പുകളാണ് കവി വരികളിലൂടെ വരച്ചു കാട്ടുന്നത്. അതേസമയം ഇന്നത്തെ മങ്ങലേറ്റ ഓണാഘോഷത്തെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുന്നു. കുന്നിൻ ചെരുവിൽ, വരമ്പത്ത് എന്നീ വരികളിലെ ശബ്ദഭംഗി കവിതയുടെ സൗന്ദര്യത്തിനു മാറ്റുകൂട്ടുന്നു. ആ കവിതയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട വരികളാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഓരോ കവിത തരുമ്പോഴും ആ കവിതയിൽ എന്താണോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഏത് വരികളാണ്, ആ വരികളുടെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉൾക്കൊള്ളിച്ചു കണ്ടുള്ള ഒരു ആസ്വാദന കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, അടുത്തൊരു പത്രവാർത്തയാണ്. ഒരു പത്രവാർത്ത തയ്യാറാക്കാനുള്ളതാണ്. ഇതിനെ കുറിച്ച് ഗവ LP സ്കൂൾ കായൽക്കര 2022 ഫെബ്രുവരി 15 തീയതി ആരോഗ്യ പരിസര ദിനമായി ആചരിച്ചു. അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കേണ്ട സ്കൂൾ പത്രത്തിലേക്ക് വാർത്ത തയ്യാറാക്കുന്നതിനായി 4ാം തരത്തിലെ ജിതിൻ മോഹൻ അവന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ട വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവനുണ്ടാക്കിയ പത്രവാർത്ത എങ്ങനെയിരിക്കും? ഇവിടെ കുറച്ച് വിവരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്വാഗതം ചെയ്തത് ആരാണ്? CK മോഹൻ മാസ്റ്റർ ആണ്. അധ്യക്ഷ വഹിച്ചതോ ശ്രീമതി MV ജഗദമ്മയാണ്. ഉദ്ഘാടനം നടത്തിയത് ശ്രീ KV വിനോദാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? നമ്മുടെ ഗ്രാമവും പരിസരവും എല്ലാം പകർച്ചവ്യാധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്കൂളിൽ ആരോഗ്യ പരിസര ദിനാചരണം ഉചിതമായി. അഭിനന്ദനങ്ങൾ. ശുചിത്വബോധം കുട്ടികളിൽ നിന്ന് വീടുകളിലേക്ക് എത്തുകയും അവിടെ നാട് മുഴുവൻ പരക്കുകയും വേണം. പിന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ആരാണ്? ഡോക്ടർ VK രവീന്ദ്രനാണ്. ഗവ ഡിസ്പെൻസറി കായൽക്കര. ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത പോയിന്റുകൾ കൊടുത്തുള്ളത്. ഓവുചാൽ വൃത്തിയാക്കണം. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. കക്കൂസ് ടാങ്കുകളുടെ കുയിലുകൾക്ക് വലയിടണം. കൊതുകു വലകൾ ഉപയോഗിക്കണം. നന്ദി പറഞ്ഞത് ആരാ? ഫിറോസ് A ആണ്. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ്ട്, ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ്ട് ഒരു പത്രവാർത്ത എഴുതാനാണ്. ഇവിടെ പത്രവാർത്ത എഴുതുമ്പോൾ എന്താ വേണ്ടത്? ഒരു ഹെഡിങ് വേണം അല്ലെ? ഇവിടെ ഹെഡിങ് കൊടുത്ത് നോക്കൂ, ശുചിത്വബോധം കുട്ടികളിലൂടെ സമൂഹത്തിലെത്തണം. ഓക്കെ, പിന്നെ അടുത്തതോ എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേര് കൊടുക്കണം. ഇവിടെ കായൽക്കരയാണ് നടന്നത്. അപ്പൊ കായൽക്കര എന്നുള്ള സ്ഥലം കൊടുത്ത് 2 ഡോട്ട് ഇട്ടതിന് ശേഷമാണ് പിന്നെ വാർത്ത പോകുന്നത്. വാർത്ത നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. ശുചിത്വബോധം കുട്ടികളിലൂടെ നാട് മുഴുവൻ വ്യാപിക്കണമെന്ന് കായൽക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ അഭിപ്രായപ്പെട്ടു. കായൽക്കര ഗവ LP സ്കൂളിലെ ആരോഗ്യ പരിസര ബോധവൽക്കരണ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമവും പരിസര പ്രദേശങ്ങളും പകർച്ചവ്യാധികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാലയത്തിലെ ആരോഗ്യ പരിസര ദിനാചരണം മാതൃകാപരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹെഡ്മിസ്ട്രസ് MV ജഗദമ്മ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹെൽത്ത് ക്ലബ് കൺവീനർ CK മോഹനൻ മാസ്റ്റർ സ്വാഗതവും A ഫിറോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കായൽക്കര ഗവ ഡിസ്പെൻസറിയിലെ ഡോക്ടർ VK രവീന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇവിടെ നോക്കൂ, എല്ലാ വിവരങ്ങളും ആരൊക്കെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എല്ലാം ഉൾപ്പെടുത്തിയാണല്ലോ പത്രവാർത്ത അല്ലെ. പത്രവാർത്തയ്ക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏറ്റവും ഭംഗിയുള്ള ഒരു ഹെഡിങ് വേണം. പിന്നെയോ സ്ഥലത്തിന്റെ പേര് മസ്റ്റ് ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് വിവരിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്ത് നമുക്കൊരു നോട്ടീസ് ആണ്. ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. കൈത്തറിക്ക് താങ്ങായി കാഞ്ഞിപ്പാറ GUP സ്കൂള്. കാഞ്ഞിപ്പാറ സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും മറ്റ് ജീവനക്കാരും കൈത്തറി വസ്ത്രങ്ങൾ ധരിക്കുന്ന കൈത്തറിക്ക് ഒരു കൈത്താങ്ങ് പരിപാടിക്ക് കാഞ്ഞിപ്പാറ ഗവ UP സ്കൂളിൽ തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു സെറ്റ് യൂണിഫോമെങ്കിലും കൈത്തറി കൊണ്ടുള്ളതാകണമെന്നും അധ്യാപകരും മറ്റ് സർക്കാർ ജീവനക്കാരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി വസ്ത്രം ധരിക്കണമെന്നും ഈയിടെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആലോചനകൾ നടത്തിയ സ്കൂൾ PTA എടുത്ത തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന പ്രവർത്തന പരിപാടിയിലേക്ക് ഈ വിദ്യാലയം മുന്നേറിയത്. ഇനി മുതൽ ആഴ്ചയിലെ ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ വിദ്യാലയത്തിലുള്ളവർ കൈത്തറി യൂണിഫോമാണ് ധരിക്കുകയെന്ന് ഹെഡ് മിസ്റ്റർ ശ്രീമതി KP ഹേമലത അറിയിച്ചു. PTA പ്രസിഡന്റ് ശ്രീ MN രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കാഞ്ഞിരപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ചന്ദ്രാഗതൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
കുട്ടികളിൽ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ആഭിമുഖ്യം വളർത്തുന്നതോടൊപ്പം നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്ക് ആശ്വാസമേകുന്ന മാതൃകാപരമായ പരിപാടിയാണിതെന്നും നാട്ടുകാരുടെ ഇക്കൊല്ലത്തെ ഓണം ഇതുമൂലം കെങ്കേമമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശ്രീ CK ജാബിർ, TV ജാനകി, AP കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. KV ഹേമലത സ്വാഗതവും VJ ജെയിംസ് നന്ദിയും പറഞ്ഞു. ഇതൊരു പത്രവാർത്തയാണ്. ഈ പത്രവാർത്ത വായിച്ചിട്ട് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇതുപോലെ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇവിടെ തയ്യാറാക്കിയിരുന്ന ഒരു മോഡൽ നോട്ടീസ് നോക്കൂ. ആദ്യം സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഗവ UP സ്കൂൾ ചെർപ്പുളശ്ശേരി. പിന്നെ എന്താണ് പദ്ധതി? കൈത്തറിക്ക് ഒരു കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനവും സൗജന്യ യൂണിഫോം വിതരണവും. അത് ആ ഫോണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് വലുതായിട്ടാണ് എഴുതിയത്, പിന്നെ ബാക്കിയുള്ളൊക്കെ ചെറുതായിട്ടാണ് എഴുതിയത്. പിന്നെ ഏതാണോ ഡേറ്റ്, ആ ഡേറ്റ് ഒന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. ജൂൺ 5 ഞായറാഴ്ച രാവിലെ 10-ന്. ഇനി ഇതേ പോലെ തന്നെ ഈ നമ്മുടെ കൈ വരുന്ന ഭാഗത്ത് വലത് ഭാഗത്ത് ആയിട്ട് താഴെന്ത് കൊടുക്കുന്നുണ്ട്? സ്ഥലപ്പേര് ചെർപ്പുളശ്ശേരി. അതിന് താഴെന്ത് കൊടുക്കുന്നുണ്ട്? ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ആ നോട്ടീസ് പ്രിന്റ് ചെയ്ത ഡേറ്റ് 31/5/2022. ഓക്കെ. പിന്നെ എന്താ കൊടുത്തേ? പിന്നെ മാന്യരെ, ഒരു ഇടത് ഭാഗത്ത് ഒരു മാന്യരെ ഒരു അഭിസംബോധന കൊടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും മറ്റു ജീവനക്കാരും കൈത്തറി വസ്ത്രങ്ങൾ ധരിക്കുന്ന കൈത്തറിക്ക് ഒരു കൈത്താങ് പദ്ധതിക്ക് നമ്മുടെ വിദ്യാലയത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം 5/6/2022 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK ശങ്കരനാരായണൻ നിർവഹിക്കും. തദവസരത്തിൽ വിദ്യാലയത്തിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം വിതരണവും ഉണ്ടായിരിക്കും. പ്രസ്തുത ചടങ്ങിലേക്ക് താങ്കളുടെ മഹനീയമായ സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു. പിന്നെയാണ് കണ്ടന്റ്. മാന്യരെ കഴിഞ്ഞിട്ട് ഒരു അഭിസംബോധന കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തു? കണ്ടന്റ് കൊടുത്തു. കണ്ടന്റിലും ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്താണ് പദ്ധതി, എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എപ്പോഴാണ് സമയം, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ പ്രധാനപ്പെട്ട ഇവിടെ കൊടുത്തിരിക്കുന്ന ആരാണ്? TC മേരി ജോസഫ്, ഹെഡ് മിസ്ട്രസ്, ഹെഡ് മാസ്റ്ററുടെ പേര് കൊടുക്കുക. പിന്നെ ഇടത് ഭാഗത്തായിട്ട് K മുഹമ്മദ് ഹനീഫ്, ആരാണ്? PTA പ്രസിഡന്റിന്റെ പേര് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു നോട്ടീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.